Praise the Lord and good evening. I want to welcome all of you to the session number 10 of our Bible study concerning the role of Holy Spirit in Christian life. So far, for the 9 sessions, we have gone into very deep and detailed aspects of Holy Spirit, His work as a person, His divinity, His life, His Old Testament prophecies, His work in Jesus Christ, and also the symbols. And finally, yesterday, we looked at the work of Holy Spirit in sinners and how he works in the life of a believer beautifully. So many different attributes we heard about Holy Spirit in our life. So tonight, I just want to not prolong any further, but I want to invite Pastor Xavier James to come into the Zoom platform, and he is going to take over where he left off yesterday. Pastor Xavier James. Thank you. Thank you, Pastor. എന്ന് കേൾക്കാമോ? Welcome, Pastor. Thank you. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ വളരെ പ്രിയനായ പാസ്റ്റർ ഷിബു ചെറിയാൻ, മറ്റ് ദൈവദാസന്മാർ ഈ പ്ലാറ്റ്ഫോമിലുണ്ടോ എന്ന് നോക്കിയില്ല, ഞാൻ ക്ഷമിക്കുക. സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ഞാൻ ക്രിസ്തുയേശുവിൻ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കും. ഈ പഠനത്തോട് നിങ്ങൾ കാണിക്കുന്ന ഹൃദയപൂർവമായ താല്പര്യത്തിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കും. Knowing the word and to the desire to know the word itself is a great blessing. I can tell you what I am today is because of the passion the Lord has put in me when I was a young believer. Late nights, 2 o'clock, 3 o'clock, I would kneel down and read the scripture as a young believer. Many a time Daisy used to ask me, where are you going to preach all these? Because I was not a preacher at that time. So that much thirst to the Lord has given in my heart. And my desire and my prayer is this should be transferred to the next generation of my hearers. We have come, thank you, Pastor. You have consolidated it beautifully, what we went through all these days. Paraclete എന്ന വാക്കിന്റെ അർത്ഥം 10 അർത്ഥങ്ങൾ, 10 meanings. ഇന്നലത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു കർത്താവിൻ്റെ ദാസി എനിക്കൊരു വോയിസ് ക്ലിപ്പ് ഇട്ടത് വളരെ വളരെ ഹൃദയസ്പർശിയായി. അവർ പറയുകയാണ്, ഞാൻ അത് ബൈബിൾ ക്ലാസ് ആയിരുന്നില്ല, തൻ്റെ ജീവിതത്തിലെ വളരെ പ്രയാസം നിറഞ്ഞ ഒരു മാനസിക സ്ഥിതിയിലാണ് ഇന്നലെ രാത്രിയിൽ ക്ലാസ്സിൽ വന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ എന്നത് തന്നെ വളരെ ധൈര്യപ്പെടുത്തുകയും തൻ്റെ ഹൃദയത്തിലെ ഭാരം മുഴുവൻ പോയി എന്നാണ് പ്രിയ സഹോദരി എഴുതിയത്. I was so moved and touched. Thank God for his mercies. Now, യോഹന്നാൻ 14, 15, 16 വലിയ വേദ പണ്ഡിതന്മാർ യോഹന്നാൻ 14, 15, 16 ഈ 3 അധ്യായങ്ങൾ തന്നെ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നിരവധി പുസ്തകം പരിശുദ്ധാത്മാവിനെ കുറിച്ച്. empty number of books. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു അല്പം ഈ യോഹന്നാൻ 14, 15, 16 പരിശുദ്ധാത്മാവിനെ കുറിച്ചതൊരല്പം പറയാതെ പോയാൽ അത് തെറ്റായിരിക്കും.
വളരെ ചുരുക്കം നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. But I'm trying to put it in a nutshell. ഞാൻ നിങ്ങളോട് പറഞ്ഞു 9 വാക്യങ്ങളാണ് പ്രധാനമായും 14, 15, 16 അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഡയറക്റ്റ് ആയിട്ട് കർത്താവ് പറയുന്നു. 1-ാം അധ്യായത്തിൽ 3 വാക്യം, 15-ാം അധ്യായത്തിൽ 1 വാക്യം, 16-ാം അധ്യായത്തിൽ 5 വാക്യം. ഇതിനെ കൺസോളിഡേറ്റ് ചെയ്താൽ 15 പ്രധാന ആത്മീയ പാഠങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. From chapter 14, 15 and 16, we can take 15 important points regarding the work of the Holy Spirit in the life of a Christian. വേഗത്തിൽ പറഞ്ഞു പോകാം, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഞാൻ അതൊന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. 1, പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് പിതാവായ ദൈവം. Holy Spirit is sent by Father. പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു തരുന്നത് പിതാവായ ദൈവം. 2, പരിശുദ്ധാത്മാവ് മറ്റൊരു കാര്യസ്ഥൻ. He is another comfort. He is a comforter അല്ല, he is the comforter അല്ല, he is another comforter. കാര്യസ്ഥന്മാരിൽ ഒരാളല്ല, ഏതോ ഒരു കാര്യസ്ഥനല്ല. വളരെ വിചിത്രമാണ് മനുഷ്യർ ഈ തിരുവെഴുത്തിനെ കോട്ടിക്കളയുന്നത്. എനിക്കൊരു വളരെ അടുത്ത മുസ്ലിം സ്നേഹിതനുണ്ടായി, കോളേജിൽ പഠിച്ചു. അയാള് ആത്മീയത്തിലേക്ക് തിരിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തുന്ന ഒരു ഗുരു ഉണ്ടായിരുന്നു, കരുണാകര ഗുരു എന്ന പേര്, ഒരു സന്യാസി, വലിയ വലിയ ബുദ്ധിരാക്ഷസനായ ഒരു സന്യാസി, വെരി ഹൈലി ഇന്റലക്ച്വൽ ബൈ നേച്ചർ. അത് മനസ്സിലാക്കണമെങ്കിൽ മലയാളത്തിലെ മഹാനായ എഴുത്തുകാരൻ OV വിജയൻ ഈ സ്വാമിയെ കുറിച്ച് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, ഗുരുസാഗരം എന്ന പേര്. എന്റെ ഈ സ്നേഹിതൻ ഈ ഗുരുവിൽ ആകൃഷ്ടനായി അയാളുടെ ശിഷ്യനായി. ഒരിക്കൽ ഞങ്ങൾ തമ്മിൽ ആത്മീയ സംവാദം നടത്തുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഒരു സന്യാസിയുടെ പുറകെ പോയത് എന്താണ്? അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ വിചിത്രമായിരുന്നു. ഞാൻ പറയാണ്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ യേശു പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു കാര്യസ്ഥനെ അയച്ചു തരാം, ആ മറ്റൊരു കാര്യസ്ഥനാണ് കരുണാകര ഗുരു. Just imagine how people interpret the scripture. അപ്പൊ അങ്ങനെ പല നിലയിൽ പരിശുദ്ധാത്മാവാണ് എന്ന പേരിൽ പലതിനെയും ലോകം പ്രസന്റ് ചെയ്യുമ്പോൾ നാം ഇതിനകത്തൊന്നും വീണു പോകരുത്. ഞാൻ ആവർത്തിക്കുന്നു, ബൈബിളിന്റെ ഫ്രെയിം വർക്കിന് വെളിയിൽ ആര് എന്ത് ചെയ്താലും അത് പരിശുദ്ധാത്മാവിലല്ല. ബൈബിൾ ഈസ് ദ ലാസ്റ്റ് വേർഡ്. റിമെമ്പർ യങ്സ്റ്റേഴ്സ്, ബൈബിൾ ഈസ് ദ ലാസ്റ്റ് വേർഡ്. ആര് പ്രസംഗിച്ചാലും ആര് പഠിപ്പിച്ചാലും എത്ര കരിസ്മയുള്ളയാൾ, കരിസ്മ എന്ന വാക്കിന്റെ ഒക്കെ അർത്ഥം നമുക്ക് പിന്നാലെ പഠിക്കാം, എത്ര കരിസ്മയുള്ള ആള് ശുശ്രൂഷിച്ചാലും അവർ പറയുന്നത് വിശുദ്ധ ബൈബിളിന് നിരക്കാത്തതാണെങ്കിൽ just cut them off without any compromise. വെളിച്ചദൂതന്റെ വേഷത്തിൽ വന്നാലും എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ മറ്റൊരു കാര്യസ്ഥനാണ് പരിശുദ്ധ. 3, അവിടുന്ന് സത്യത്തിന്റെ ആത്മാവ്. ഇംഗ്ലീഷിൽ എഴുതേണ്ടവർക്ക് he is the spirit of truth. സത്യം മാത്രമേ. അവിടെ നാം ഓർക്കുക, യേശു കർത്താവ് പറഞ്ഞ വാചകം, ഞാൻ വഴിയും സത്യവും ജീവനുമാകും.
അവിടെയും ശ്രദ്ധിക്കുക, ഹീസ് ദ ട്രൂത്ത്. ഞാൻ സത്യത്തിന്റെ വഴിയിലേക്ക് തിരിയാൻ മുഖാന്തരമായ ഒരു കാരണം, അഥവാ ഞാൻ വേദപുസ്തകം ധ്യാനിക്കാൻ തുടങ്ങാൻ കാരണം, യേശു ഐ ആം ദ ട്രൂത്ത് എന്ന് പറഞ്ഞത് തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി. കൃപയാൽ അത് എന്നെ കർത്താവിലേക്ക് എത്തിക്കാൻ ദൈവത്തിന് എന്നോട് പ്രസാദം തോന്നി. ഞാൻ ആ സാക്ഷിയൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവത്തിന് മഹത്വം. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഗാന്ധിജി പറഞ്ഞു, ട്രൂത്ത് ഈസ് ഗോഡ്. സത്യം ദൈവമാണ്. യേശു കർത്താവ് പറഞ്ഞു, ഗോഡ് ഈസ് ട്രൂത്ത്. ദൈവം സത്യമാണ്. ഈ രണ്ടു വാചകങ്ങളിലും 3 കോമൺ വാക്കുകളാണ്. ഗോഡ് ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഈസ് ഗോഡ്. പക്ഷെ ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഗാന്ധിജി പറഞ്ഞ ട്രൂത്ത് ഈസ് ഗോഡാണ് ശരി, യേശു പറഞ്ഞ ഗോഡ് ഈസ് ട്രൂത്ത് തെറ്റാണ് എന്ന് തെളിയിക്കാനാണ് ഞാൻ ബൈബിൾ പഠിക്കാൻ ആരംഭിച്ചത്. പക്ഷെ സത്യത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് എന്നെ സത്യത്തിലൂടെ വഴി നടത്തി നസ്രയന്റെ കാലിൽ വീഴാൻ എന്നെ സഹായിച്ചു. ഞാൻ ദൈവത്തിന് നന്ദി പറയും. 4-ാമത്തെ പാഠം, യേശു ചോദിക്കുന്നത് കൊണ്ടാണ് പിതാവ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. Father is not giving by himself. It is not the decision of the Father to give the Holy Spirit by himself. It is because Jesus asked for us. യേശു കർത്താവ് പിതാവിനോട് ചോദിച്ചു. നിങ്ങൾ ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ ഈ ആശയങ്ങളെല്ലാം കിട്ടും. 5, നിങ്ങൾക്ക് മാത്രമാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. അഥവാ യേശു കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്. എനിക്കും പരിശുദ്ധാത്മാവുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നാൽ പരിശോധിക്കണം, ഇയാൾ യേശുവിനെ കർത്താവും രക്ഷിതാവും ദൈവവുമായി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന്. 6, പരിശുദ്ധാത്മാവിനെ യേശുവിൻ നാമത്തിലാണ് പിതാവ് അയച്ചു തരുന്നത്. സോ യേശു എന്നതായിരിക്കണം നമ്മുടെ ഹൃദയത്തിലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുമ്പോഴും യേശു എന്നതായിരിക്കണം നമ്മുടെ ഹൃദയത്തിലെ പ്രധാനമായ ധ്യാനം. അത് ഈ പാഠത്തിന്റെ അവസാനം കുറെ കൂടെ വ്യക്തമാക്കും. 7, പരിശുദ്ധാത്മാവ് സകലവും ഉപദേശിച്ചു തരും. അല്പം ഉപദേശിച്ചു തരികയല്ല, മറിച്ച് സകല ഉപദേശിച്ചു. എൻ്റെ കുഞ്ഞെ, നിനക്ക് തിരുവെഴുത്തിൽ എന്ത് സംശയമുണ്ടേലും ഈ വാക്യം ഉദ്ധരിച്ച് പ്രാർത്ഥിക്കും. അങ്ങാണ് പറഞ്ഞത്, സകലവും ഉപദേശിച്ചത്. He is willing to help you. He is ready to help you 24/7. 8, പരിശുദ്ധാത്മാവ് യേശു പറഞ്ഞത് നമ്മെ ഓർമ്മപ്പെടുത്തും. He will remind us what Jesus has said. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞതെല്ലാം ശിഷ്യന്മാർക്ക് സുവിശേഷങ്ങളായി എഴുതാൻ കഴിഞ്ഞത്. എന്നോടൊരിക്കലും ഒരാൾ ചോദിച്ചതാണ്, യേശു പറഞ്ഞെന്നും പറഞ്ഞ് ഈ ആളുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ യേശു പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇവർ എഴുതിയെടുക്കുകയായിരുന്നോ? ഇവർ എഴുതിയെടുക്കുകയായിരുന്നില്ല, മറിച്ച് ഇവരെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയായി. 9, പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. He will testify about Jesus.
പരിശുദ്ധാത്മാവിന് അഥവാ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് യേശുവിനെ കുറിച്ച്. വിശദീകരിക്കുന്നില്ല, സമയക്കുറവുണ്ട്. ശ്രദ്ധിക്കുക, യേശു പോയാൽ മാത്രമേ പരിശുദ്ധാത്മാവ് വരികയുള്ളായിരുന്നു. Unless and until Jesus ascended to heaven, Holy Spirit would not have come. യേശു പോയാൽ മാത്രമേ പരിശുദ്ധാത്മാവ് വരൂ. 11, ലോകത്തെ പാപബോധം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്കറിയാവുന്ന വാക്യം. പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് പരിശുദ്ധാത്മാവ് ബോധം വരുത്തും. സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം, സുവിശേഷത്തിന്റെ സാക്ഷികളാകാനാണ് നമ്മെ തെരഞ്ഞെടുത്തത്, നമ്മെ വിളിച്ചത്. പിശാച് ഈ കാലങ്ങളിൽ വരുത്തിയ വഞ്ചന, the deception of the enemy in the modern times is that the enemy does not allow the preachers to declare the gospel of Christ. പാപവും നീതിയും ന്യായവിധിയും പ്രസംഗിക്കാതെ സുവിശേഷം പറയാൻ കഴിയില്ല. ഇന്ന് അതിനു പകരം യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും, യേശു നിന്റെ പ്രശ്നം പരിഹരിക്കും, യേശു നിന്നെ വലിയവനാക്കും. ഇപ്പോഴത്തെ പാട്ടിന്റെ വരികൾ പോലും അങ്ങനല്ലേ. ഇതൊന്നും സുവിശേഷമല്ല. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക, ഇതൊന്നും സുവിശേഷം. സുവിശേഷത്തിന്റെ കാതൽ എന്ന് പറയുന്നത് മനുഷ്യൻ പാപിയാണ്, പാപത്തിന്റെ ശമ്പളം മരണമാണ്, നിത്യമരണത്തിൽ നിന്ന് വിടുവിക്കാൻ യേശുവിന് മാത്രമേ കഴിയൂ എന്ന പ്രഖ്യാപനമാണ് സുവിശേഷം. സുവിശേഷ പ്രസംഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അന്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ വളരെ വേദനിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇത്. I am truly agonized to find that gospel is not being preached. അനുഗ്രഹിക്കുന്ന യേശുവിനെയാണ് ഇന്നത്തെ പ്രസംഗങ്ങൾ മുഴുവൻ. അതും എന്തനുഗ്രഹം? ഭൂമിയിൽ കാര്യങ്ങൾ നന്നാക്കി കൊടുക്കണം. യേശു കർത്താവ് ഭൂമിയിലെ കാര്യങ്ങളെല്ലാം ശരിയാക്കി തരാമെന്ന് ഒരു പ്രോമിസ് തന്നിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ ശ്രദ്ധിക്കണം. He has never promised that all your life problems can be solved by him. Jesus never lied. He never want anyone to come to him through lies. He said, you will have problems in this earth. നിങ്ങൾക്ക് ഭൂമിയിൽ കഷ്ടമുണ്ട്. അപ്പൊ പിന്നെ എന്താ ഉപദേശി യേശു ചെയ്തത്? യേശു ചെയ്തത് ഭൂമിയിൽ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത മഹാപ്രശ്നത്തിന് യേശു പരിഹാരം തന്നു. എന്താണ് ആ മഹാപ്രശ്നം? ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം അറ്റുപോയി. He brought man back to God. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു യേശു. ഞാനിത് വളരെ ആത്മഭാരത്തിലാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ജെ.സി. റൈലിന്റെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. I get angry when preachers preach Jesus will solve all your problems. I too get angry
I get annoyed. ഇത് പറഞ്ഞല്ല മനുഷ്യനെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കേണ്ടത്. മനുഷ്യനെ പാപബോധം വരുത്തണം. നീ പാപിയാണ്, നീ മരിക്കും, നീ നരകത്തിൽ പോകും. Nobody preaches about hell these days. Nobody preaches about judgment. ഞാനൊക്കെ ഒരു യുവാവായ വിശ്വാസിയായിരിക്കുമ്പോൾ പെന്തക്കോസ്തിലെ അക്കാലങ്ങളിലെ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ ഇത് തന്നെയാണ് പ്രസംഗിച്ചിരുന്നത്. ന്യായവിധി, മരണം, നീതി, നിത്യത. We are called for that. We are called to preach eternity. We are called to preach judgment of God. We are called to preach the wrath of God. We are called to preach that there is a Savior who will take you out from the wrath of God. ലോകത്തിന് പാപബോധം വരുത്തും പരിശുദ്ധം. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. I call upon the church to pray that the preachers preach the gospel. അല്ലെ മനുഷ്യരെല്ലാം നരകത്തിൽ പോകും പ്രിയപ്പെട്ടവരെ. മനുഷ്യരെല്ലാം നരകത്തിൽ പോകും നാം ഇത് പഠിപ്പിച്ചില്ലെങ്കിൽ. പ്രസംഗിക്കാതെ, പൗലോസ് ചോദിക്കുന്നില്ലേ, പ്രസംഗിക്കാതെ ആര് കേൾക്കും? ആര് കേൾക്കും? You may not be a crowd puller when you preach the true word of God. You are not called to be a crowd puller. You are called to preach the word of God. അടുത്തത് 12 സകല സത്യത്തിലും വഴി നടത്തും. 7 ഞാൻ പറഞ്ഞത് സകലവും ഉപദേശിച്ചു തരും. ഇവിടെ പറയുന്നത് സകല സത്യത്തിലും. ഞാൻ അതിന് ഒരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞു. സത്യമല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ വീട്ടിൽ ഒരു പെനി പോലും വരരുത് ദൈവം തരാത്ത. കളവ് പറഞ്ഞ് ശുശ്രൂഷയിൽ 1 രൂപ പോലും നമ്മുടെ പോക്കറ്റിൽ വരരുത്. ബി ട്രൂത്ത്ഫുൾ ഇൻ യുവർ വേർഡ്സ്. അത് പരിശുദ്ധാത്മാവാണ് അതിന് നമ്മെ സഹായിക്കുന്നത്. എന്തെല്ലാം കളവാണ് മനുഷ്യൻ പൈസ ഉണ്ടാക്കാൻ പറയണ്ട. എൻ്റെ ഒരു സ്നേഹിതൻ ഒരിക്കൽ ഗൾഫിൽ പോയി. ഇപ്പൊ അദ്ദേഹം ചെന്ന ഒരു യോഗത്തിൽ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു വൈദികൻ സാക്ഷ്യം പറയുന്നുണ്ടായി. അപ്പൊ അയാള് പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾ പാല് പോലും കുടിക്കാൻ പറ്റുന്നില്ല. പാലുകാരൻ വരുന്നത് വെളുപ്പിനെ 4 മണിക്കാണ്. തലേ ദിവസം പാല് മേടിച്ചു വെക്കാൻ ഒരു ഫ്രിഡ്ജ് പോലും എൻ്റെ വീട്ടിലില്ല. എൻ്റെ കുഞ്ഞിനെ 10ാം ക്ലാസ്സിൽ ട്യൂഷന് വിടാൻ എനിക്ക് പൈസയില്ല. ഈ ദൈവദാസൻ ഇത് കേട്ടോണ്ടിരിക്കുക. ഇയാൾക്ക് ഈ വൈദികനെ നന്നായിട്ടറിയാം. ഫ്രിഡ്ജും ഉണ്ട്, മോള് ട്യൂഷനും പോകുന്നുണ്ട്. ഇതെല്ലാം ഈ പാസ്റ്റർക്ക് അറിയാം. പാസ്റ്റർ യോഗം കഴിഞ്ഞ് അച്ഛനോട് ചെന്ന് ചോദിച്ചു, അച്ഛാ എന്തിനാണ് അച്ഛാ ഇങ്ങനെ കളവ് പറഞ്ഞു? അച്ഛൻ പറഞ്ഞ മറുപടി, എൻ്റെ പാസ്റ്ററെ ഞാൻ 10 കാശ് ഉണ്ടാക്കിക്കോട്ടെ, എന്നെ ഉപദ്രവിക്കാതിരും. നെവർ എവർ ടെൽ ലൈസ്. ഞാൻ ഇന്നലെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കും. എവറി ലൈ ക്രിയേറ്റ്സ് എ ഗൾഫ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഗോഡ്. പുറമെ ഒന്നും കാണത്തില്ല, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ദൈവവും നിങ്ങളുമായ ബന്ധത്തിന് വിള്ളൽ ഉണ്ടാകുക തന്നെ ചെയ്യും. There is no doubt about it. You can pretend to be a spiritual man. You can pretend to be that you are a good man, but
inside you, you will experience that gulf. I call upon everyone who are listening to me. നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ പാഠം കഴിയുമ്പോൾ ഒരു തീരുമാനമെടുക്കണം. എൻ്റെ കുടുംബാംഗങ്ങളോടോ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോടോ കളവ് പറയാത്ത സത്യസന്ധമായ ഒരു ജീവിതം നയിക്കാൻ എന്നെ സഹായിക്കണേ. Have a passion to live a right life. We will come. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വാസ്തവമായിട്ട് വന്നാൽ അവൻ നല്ല മനുഷ്യനായി തീരുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ബർന്നബാസിനെ കുറിച്ച് അങ്ങനെ എഴുതിയിരിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിലും വിശ്വാസത്തിലും നിറഞ്ഞവനും നല്ല മനുഷ്യനുമായിരുന്നു. We will come to that. തിരുവെഴുത്ത് എന്താണ് നല്ല മനുഷ്യൻ എന്നതിനുള്ള നിർവചനം ബൈബിൾ നൽകുന്നതെന്ന് നമുക്ക് പഠിക്കാം. സോ സത്യം, എല്ലാ സത്യത്തിലും. ഒരു കളവ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. പിണങ്ങിയിരുന്നിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ബൈബിൾ പറയുന്നതാണ് ഇതെല്ലാം. അങ്ങനല്ലേ പറയുന്നത്? ഭാര്യമാരോട് പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കാൻ വിവേകത്തോടെ ഭാര്യമാരുടെ കൂടെ വസിക്കണം. പ്രാർത്ഥന മുടങ്ങിപ്പോവും. അല്ല, വഴക്കിട്ടേച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കപട ഭക്തന്. I have no fear in telling that. കാരണം ദൈവവചനം അങ്ങനെയാണ്. നിങ്ങൾ കൂട്ടുവിശ്വാസിയോട് വഴക്കിട്ടിട്ടാണ് ആലയത്തിൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങൾ കപട ഭക്തനാണ്. നിങ്ങളുടെ ഹൃദയം ദുഷ്ടഹൃദയം. You are completely deceived by the enemy. Let me come back the next 13th one. 3 കൂടെ ഉള്ളു. 13. പരിശുദ്ധാത്മാവ് സ്വയമായി സംസാരിക്കില്ല. പരിശുദ്ധാത്മാവ് സ്വയമായി, that means പരിശുദ്ധാത്മാവ് തൻ്റെതായി ഒന്നും നമ്മോട് പറഞ്ഞു തരില്ല. പിന്നെ എന്ത് ചെയ്യും പരിശുദ്ധാത്മാവ്? താൻ കേൾക്കുന്നത്, 14ാമത്തെ പോയിന്റ്, താൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. പിതാവിൽ നിന്ന് കേൾക്കുന്നത് മാത്രമേ പരിശുദ്ധാത്മാവ് സംസാരിക്കൂ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാനാണ് ഈ പ്രയോഗം ചെയ്യുന്നത്. I told you I don't like that usage. ഈ ന്യൂ ജനറേഷൻ പ്രീച്ചേഴ്സ് ഭൂരിപക്ഷം ആളുകളും പരിശുദ്ധാത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറയാറുണ്ട്. കേൾക്കുന്നതിൽ ഭൂരിപക്ഷവും കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം കള്ളത്തരായും പറയുന്നു. ഓർക്കുക, യു ആർ അക്കൗണ്ടബിൾ ടു ഗോഡ്. കണക്ക് ചോദിക്കും ദൈവം, കണക്ക് ചോദിക്കും. മനുഷ്യൻ പറയുന്ന ഓരോ വാക്കിനും കണക്ക് കൊടുക്കണം. നിസാരായെന്ന് സഹോദരനെ വിളിക്കാൻ പോലും ദൈവവചനം നമ്മെ അനുവദിക്കുന്നു. പോട്ടെ, 15ാമത്തെ വാക്യം, പോയിന്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പരിശുദ്ധാത്മാവ് യേശുവിനെ മഹത്വപ്പെടുത്തും. അത് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്കത് മനസ്സിലാകാൻ, God has given us different ministries not to exalt ourselves. God has given us different ministries not to lift up our name. It is only to glorify
ജീസസ്. നമ്മെ ദൈവം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പേരിന് മഹത്വം വരാനായി നാം ഒന്നും ചെയ്യരുത്. യേശുവിന് മഹത്വം കൊടുക്കണം. നാം നമുക്ക് പേരുണ്ടാക്കാൻ എന്ത് ചെയ്താലും, ശ്രദ്ധിക്കൂ പറയുന്നത്, നാം നമുക്ക് പേരുണ്ടാക്കാൻ എന്ത് ചെയ്താലും ബാബേലിനെ ഇടിച്ചു തകർത്തതുപോലെ ദൈവം ഇടിച്ചു കളയും. വരുവിൻ, നമുക്കൊരു പേരുണ്ടാക്കാം. അവരതല്ലേ പറഞ്ഞത്? Let me be unknown, let his name be glorified. നമ്മൾ പ്രാർത്ഥിച്ചൊരു രോഗി സൗഖ്യമാകുന്നത് ദൈവത്തിന്റെ മഹത്വം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അറ്റ്ലാന്റയിൽ പോയി. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പോയ മീറ്റിങ്ങിൽ ശരീരം മുഴുവനും അലർജി പിടിച്ച ഒരു കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഈ ശനിയാഴ്ച അവരുടെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു, ആ കുഞ്ഞ് പൂർണ്ണമായി സൗഖ്യമായി, ഒരു പാട് പോലുമില്ല. That is the way God does. ഞാൻ അവരോട് പറഞ്ഞു, സേവിയർ ജെയിംസ് പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചാണ് സൗഖ്യമായതൊന്നും നിങ്ങൾ ആരോടും പറയരുത്. It is Jesus who does it. നമ്മളെയൊക്കെ ദൈവം ഉപകരണങ്ങളാക്കുന്നത്. We are just tools in the hands of God. Listen to me carefully. We are just small instruments in the hands of God. Let his name be glorified. യേശു കർത്താവാണ് രോഗികളെ സൗഖ്യമാക്കുക. യേശു ഇന്ന് രാത്രിയിലും സൗഖ്യമാക്കാൻ നമ്മുടെ നടുവിൽ ഉണ്ട്. He can do it. ബ്രസ്റ്റ് ക്യാൻസർ വന്നവരൊക്കെ എൻ്റെ യോഗങ്ങളിൽ സൗഖ്യമായിട്ടുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ പിറ്റേ ആഴ്ച സർജറി നിശ്ചയിച്ചിരുന്നവർ സർജറിക്ക് ചെന്നപ്പോൾ there was no lump. ട്രിവാൻഡ്രം ശ്രീകാരി IPCയിലെ അംഗങ്ങളാണ് ആ സഹോദരിയും കുടുംബവും ഇപ്പോഴും. God can do it, my dear brother. I don't have to show it off. You don't have to show it off. യേശുവിനെ മഹത്വപ്പെടുത്തണം നമുക്ക്. പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്ന വാക്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അത് ദൈവത്തിന് മഹത്വമാകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യം നാം ചെയ്യുമ്പോൾ അത് കർത്താവിന് മഹത്വമായി തീരണം. കർത്താവിന് മഹത്വമായി തീരണം. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയണം, I am what I am because of him. രക്തം ജയം. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ, പിറ്റേ ദിവസം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഓർക്കാതിരിക്കാൻ കഴിയും? അങ്ങാണ് കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് കാവൽ നിന്നത്. Let us glorify God through our lives. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ ജോലിയിൽ ഉയർച്ച ദൈവം തരുമ്പോൾ, നിങ്ങൾ നന്നായി ജോലി ചെയ്തു എന്ന് നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ പറയുമ്പോൾ, നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളെക്കുറിച്ച് നല്ല സഹോദരനാണെന്ന് പറയുമ്പോൾ, അപ്പോഴൊക്കെ നമുക്ക് പറയാൻ കഴിയണം, ഇറ്റ്സ് നോട്ട് മീ, ഇറ്റ് ഈസ് ബൈ ഹിം. എനിക്കൊരു നന്മയുമില്ല. മറക്കരുത്, there is no goodness in us. There is no goodness. ജോൺ വെസ്ലിയുടെ ജീവിതത്തിൽ ഒരു പാഠമുണ്ട്. ജോൺ വെസ്ലി ഒരു ദിവസം അനേക തവണ പറയും, but by his grace.
ഒരു മദ്യശാലയുടെ വാതിൽക്കൽ കൂടെ പോകുമ്പോൾ ആ മദ്യശാല നോക്കി അദ്ദേഹം പറയും, ഇറ്റ് ഈസ് ബൈ ഹിസ് ഗ്രേസ് ഐ ആം നോട്ട് ദർ. ആരെങ്കിലും വഴക്കുണ്ടാക്കുന്ന കേൾക്കുമ്പോൾ ജോൺ വെസ്ലി പറയും, ഇറ്റ് ഈസ് ബൈ ഹിസ് ഗ്രേസ് ഐ ഡോണ്ട് യൂസ് സച്ച് ഫിൽത്തി ലാംഗ്വേജ്. എന്ന് പറഞ്ഞ നമ്മുടെ ജീവിതത്തിലെ ഓരോ നന്മ നാം അനുഭവിക്കുമ്പോഴും നാം ചെയ്യുമ്പോഴും യേശുവിന് മഹത്വം കൊടുക്കണം. And that is done in us by Holy Spirit. പരിശുദ്ധാത്മാവിൽ ജീവിക്കുക, പരിശുദ്ധാത്മാവിൽ നടക്കുക എന്നൊക്കെ പറയുന്നതിന്റെ പ്രായോഗിക പാഠങ്ങളാണ് ഞാൻ നിങ്ങളോട്. Glorify Christ in every moment of your life. Every moment of it. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങളൊരു നല്ല കറി വെച്ചാൽ, നിങ്ങൾ നന്നായി ഒരു വസ്ത്രം ധരിച്ചാൽ, നിങ്ങൾ നന്നായി പ്രസംഗിച്ചാൽ, ഇവിടെ മനസ്സിൽ നിന്ന് വരണം, only because of him, only because. I praise God for his love, his kindness, his mercy. നിങ്ങളുടെ ഹൃദയം ഇന്ന് രാത്രി നന്ദി കൊണ്ട് നിറയട്ടെ, നന്ദി കൊണ്ട് നിറയട്ടെ. ഈ കർത്താവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ നാം എല്ലാം നശിച്ചു പോകും. പരിശുദ്ധാത്മാവ് യേശുവിനെ മഹത്വപ്പെടുത്തും. ആരോ പറഞ്ഞു, എന്റെ നോട്ടിൽ എഴുതിയിട്ടുണ്ട്, the Spirit of God must come and make the letter live. I love that statement. Transfer it to your heart. പരിശുദ്ധാത്മാവ് വന്ന് ഈ വേദപുസ്തകത്തിൽ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ജീവനാക്കി തരണം. And transfer it to our hearts. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് പകരണം. Set it on fire and make it burn within you. Or else its divine force and majesty will be hid from your eyes. ദൈവവചനത്തിന്റെ ജീവൻ, ദൈവവചനത്തിന്റെ ചൈതന്യം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുൻപിൽ ജീവനാക്കി തീർക്കട്ടെ. അത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകരട്ടെ. അത് നിങ്ങളെ കത്തിക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ ജീവിതവും ശുശ്രൂഷയും ദൈവശക്തിയുടെ പ്രഭവ കേന്ദ്രങ്ങളായി മാറട്ടെ. That's a wonderful statement. ദൈവശക്തിയുടെ പ്രഭവ കേന്ദ്രമായി മാറണം. Let it turn to be the giving point. Prabhavam. Giving to others. Transferring to others. Molding others. Building others in the divine nature of God. That is what should happen through our lives. റോബർട്ട് ഷോപ്മാൻ നടന്നു പോകുമ്പോൾ ദൈവസാന്നിധ്യത്തിൽ മനുഷ്യർ പാപബോധം കൊണ്ട്
മുട്ടുകുത്തുമായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. പാപബോധം കൊണ്ട് മനുഷ്യർ വീഴുമാറ്റം. പ്രിയപ്പെട്ടവരെ, let it come back to our lives. Let it come back to our lives. നാം പാഠത്തിന്റെ സീരിയസ്നെസ്സിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. Holy Spirit in a believer. Next, subheading. പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയിൽ എന്നതിൻ്റെ ഏറ്റവും കൺസോളിഡേറ്റഡ് ആയ the shortest form we have said. ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? പരിശുദ്ധാത്മാവ് ആത്മാവിൻ ഫലം നൽകി നമ്മെ യേശു ശിഷ്യരാക്കും. Holy Spirit gives fruit of the Spirit and makes us disciples. രണ്ടാമത്തെ ഭാഗം പറഞ്ഞത് Holy Spirit empowers us to become His witnesses. പരിശുദ്ധാത്മാവ് ശക്തി പകർന്ന് നമ്മെ സാക്ഷികളാക്കും. നാം കുറച്ചുകൂടെ അത് ഡെവലപ്പ് ചെയ്ത് പഠിക്കാൻ പോവാം. പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയിൽ ചെയ്യുന്ന 7 പ്രധാന, ഒത്തിരി എഴുതാൻ പറ്റും, 10-50 എഴുതാൻ പറ്റും. ഞാൻ അതിനെ ക്രോഡീകരിച്ച് 7 പാഠങ്ങളാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഹോളി സ്പിരിറ്റ് വർക്ക് ഇൻ എ ബിലീവർ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ ഗൂഗിൾ ചെയ്ത് ഒത്തിരി പോയിന്റുകൾ കണ്ടെത്താൻ കഴിയും. 1, we are the temple of the Holy Spirit. നാം പരിശുദ്ധാത്മാവിന്റെ മന്ദിരം. നമുക്കറിയാം, വളരെ പരിചിതമായ വാക്യമാണ്. 1 Corinthians 6:19. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. അഥവാ ഈ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനത്തെ പ്രയോഗങ്ങൾ, ഈ മന്ദിരം നമ്മൾ പഠിക്കും. എന്തുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ കൃപാവരങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതിയത് എന്നതിന് ചരിത്രപരമായ ഗൗരവകരമായ കാരണങ്ങൾ. അത് നാം ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് പഠിക്കുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കാൻ മറന്നുപോയാൽ പാസ്റ്റർ ഒന്ന് പറഞ്ഞാൽ. കൊരിന്തിൽ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന വലിയ ക്ഷേത്രങ്ങളുണ്ട്, വലിയ ക്ഷേത്രം. അതിനകത്ത് ജാതീയ പ്രവാചകന്മാർ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ കെട്ടിപ്പൊക്കിയ മന്ദിരമല്ല, നിങ്ങളാണ് പരിശുദ്ധാത്മാവിന്റെ മന്ദിരം. യേശു കർത്താവ് മാനവകുലത്തിന്റെ അടിസ്ഥാനപരമായ ധാരണകളെ, പ്രധാനപ്പെട്ട 3 ധാരണകളെ കടപുഴകിയെടുത്തു. He has thrown away 3 vital concepts of mankind. 1, ദൈവം ഒരു സ്ഥലത്തിരിക്കുന്ന ഒരാളാണ് എന്ന മനുഷ്യ സങ്കല്പത്തെ കർത്താവ് പൊളിച്ചു. ഇന്നും അങ്ങനെ വിചാരിക്കുന്ന ക്രിസ്ത്യാനികൾ തന്നെ ഒത്തിരി പേരുണ്ട്. ദൈവം ഇങ്ങനെ താടിയൊക്കെ വളർത്തി ഇരിക്കുന്ന ഒരാളാണ്. ദൈവം ആത്മാവാകുന്നു. രണ്ടാമത് കർത്താവ്
മാറ്റിയ അടിസ്ഥാനപരമായ മാനവ സങ്കല്പം ദൈവത്തെ പുറമേയുള്ള ആരാധന കൊണ്ട് പ്രീതിപ്പെടുത്താൻ സാധ്യമല്ല. സുവിശേഷങ്ങളിലൊക്കെ കർത്താവ് അത് ആവർത്തിച്ചു പറയും. You cannot please God by your deeds. മനുഷ്യന്റെ ഹൃദയം വരുന്നതാണ് അവനെ നിശ്ചയിക്കുന്നൊക്കെ കർത്താവ് പറയും. മൂന്നാമത്തെ വളരെ രസമാണ്. മനുഷ്യ ബന്ധങ്ങൾക്ക് കർത്താവ് പുതിയ അർത്ഥമുണ്ടാക്കി. നമ്മുടെ ആളുകൾ സാധാരണ പറയുന്നൊരു വാചകമാണ്, രക്തബന്ധമല്ലേ, രക്തബന്ധമല്ല വലുത് എന്ന് മാനവ കുലത്തെ പഠിപ്പിച്ചത് നസ്രയനാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കാൽവരിയിൽ നടന്ന ആ രംഗം? യോഹന്നാനോട് തൻ്റെ അമ്മയെ ചൂണ്ടിക്കാട്ടിയിട്ട് യേശു പറയുകയാണ്, ഇതാ നിന്റെ അമ്മ. അമ്മയോട് പറയുകയാണ്, ഇതാ നിന്റെ മകൻ. ഇതിന്റെ അർത്ഥമൊക്കെ വളരെ ഗൗരവമാണ്. രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധമാണ് ആത്മീയ ബന്ധമെന്ന് കർത്താവ് മനുഷ്യകുലത്തെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ മനുഷ്യകുലത്തിന് വെളിപ്പാട് നൽകി. ഞങ്ങൾ ഈ ദൈവദാസന്മാരൊക്കെ അത്ഭുതപ്പെടാറുണ്ട്. എത്ര നൂറുകണക്കിന് വീടുകളിലല്ലേ പോയി പാർത്തിട്ടുള്ളത്, ഒരു ബന്ധവും ഇല്ലാത്ത. സ്വന്തം മക്കളെപ്പോലെ പരിചരിക്കുന്ന മാതാപിതാക്കളെ നാം കണ്ടിട്ടുണ്ട്. സ്വന്തം ജ്യേഷ്ഠനെ പോലെ അല്ലെങ്കിൽ പിതാവിനെ പോലെ പരിചരിക്കുന്ന എത്രയോ സഹോദരി സഹോദരന്മാർ. It's only because Jesus lives in you and me. ഞാനൊരു പട്ടണത്തിൽ ചെന്നപ്പോൾ ഒരു പരിചയക്കാരൻ അറിഞ്ഞു ഞാൻ ആ പട്ടണത്തിലുണ്ടെന്ന്. അപ്പൊ അയാൾ എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു, പാസ്റ്റർ എവിടാ താമസിക്കുന്നത്? ഞാൻ ആ താമസിക്കുന്ന വീട് പറഞ്ഞു. അടുത്ത ചോദ്യം രസകരമാണ്, പാസ്റ്ററുടെ ആരാ അവര്? പാസ്റ്ററുടെ ആരാ? ഞാൻ പറഞ്ഞു, എൻ്റെ ആരുമല്ല. ഇത് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധം മനുഷ്യർ തമ്മിലുണ്ട് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തിയത് നസറേയനായ യേശുക്രിസ്തു. അതിലൊന്നാണ്, നിന്റെ ഹൃദയമാണ് ദൈവത്തിന്റെ മന്ദിരം എന്ന് കർത്താവ് പഠിപ്പിച്ചത്. രണ്ടാമത്തത്, ആലയത്തിന്റെ മാതൃക എഴുതേണ്ടവർക്ക്. രണ്ടാമത്തത് ഭവനത്തിന്റെ. Holy Spirit dwells in us like a temple. Holy Spirit dwells in like a home. നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി പാർക്കും. പക്ഷെ എവിടെ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ കംഫർട്ട് കിട്ടുന്നത്? നമ്മുടെ വീടിനേക്കാൾ എത്രയോ നല്ല വീടുകളിൽ നാം പോയി താമസിക്കും. എത്രയോ നല്ല ബെഡുകളിൽ നാം കിടന്നുറങ്ങുന്നു. എത്രയോ നല്ല ഭക്ഷണം നാം മറ്റു പലയിടത്തു നിന്നും കഴിക്കുന്നു. But when you are back home, sweet home. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ, അതിന് വാക്യം പറഞ്ഞില്ല ഞാനല്ലേ പറയാം, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതിൻ്റെ മാധുര്യം, the sweet aroma of Holy Spirit dwelling in me like a home. റോമർ 8:9. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. വസിക്കുന്നു, ലിവത്ത്.
വീട്ടിൽ വസിക്കുന്നു പരിശുദ്ധാത്മാവ്. In short, I have the freedom to interact with Holy Spirit as my family member. ദൈവത്തിന് സ്തോത്രം. ഞാനും പാസ്റ്റർ ഷിബു ചെറിയാനും തമ്മിൽ വലിയ ആത്മബന്ധമാണ്, ആഴമുള്ള ആത്മബന്ധം. അദ്ദേഹത്തിന്റെ മാനസിക സംഘർഷങ്ങളും എൻ്റെ മാനസിക സംഘർഷങ്ങളൊക്കെ ഞങ്ങൾ പങ്കുവെക്കും. എന്താണത്? The trust emanated by the Holy Spirit. വീട് ട്രസ്റ്റിന്റെ സ്ഥലമാണ്, മറക്കരുത്. ഏത് സ്ഥലത്ത് പോയി കിടന്നാലും ഒരു പുതപ്പ് കിട്ടും, രാവിലെ ഒരു ചായ കിട്ടും. പക്ഷെ സ്വന്തം വീട്ടിൽ എൻ്റെ ഭാര്യ എനിക്കൊരു പുതപ്പ് കൊണ്ട് മൂടി തരുന്നതിൻ്റെ ആ സൗന്ദര്യം, ആ മാധുര്യം, ആ സന്തോഷം I won't get from anywhere else. I trust you understand the dwelling of Holy Spirit as in a home, the dwelling of Holy Spirit as in a temple. He lives in me. ഇവിടെ ഒരു പ്രധാന കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്നും പറഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ അടുക്കെ പോകരുത്. എൻ്റെ പുസ്തകമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഡെലിബറേറ്റ് ആയിട്ട് പറയാതെ. Don't take him for granted. He lives in you as a home, but remember, he lives in you as a temple. മറക്കരുത്, പിള്ളേര് കളിക്കാനുള്ള ആളല്ല പരിശുദ്ധാത്മാവ്. Because he is God himself. That reverence, that fear should never get out from your heart. മറക്കരുത്. മൂന്നാമത്തെ പാഠം, ആ രണ്ടാമത്തെ റെഫറൻസിന് ഒന്ന് രണ്ട് വാക്യം കൂടെ ഞാൻ തരാം. ഹോളി സ്പിരിറ്റ് ഹോം റെഫറൻസ്, ജോൺ 14:23. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഹോം അറ്റ്മോസ്ഫിയർ. 7 പാഠങ്ങളാണ്. 1, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങൾ. 2, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അവിടെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ ഈ പ്രഭാഷകർ പലരും, എല്ലാവരുമല്ല, ഇമോഷണൽ എൻറിച്ച്മെന്റ് ഉണ്ടാക്കാൻ വായിൽ വരുന്ന ശുദ്ധ അബദ്ധങ്ങൾ ഒത്തിരി പറയാം. വൈകാരികമായി ഇളക്കുവാൻ തിരുവെഴുത്തിലില്ലാത്ത പല വാക്കുകൾ ഉപയോഗിക്കാം. ചിലർ അറിവില്ലായ്മ കൊണ്ട്, ചിലർ ഡെലിബറേറ്റ് ആയി. ഒരു ഉദാഹരണം അതിനാണ്, പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇതാ നമ്മുടെ ഇടയിൽ നടക്കുന്നു. തെറ്റാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ നടക്കുന്നില്ല. നമ്മുടെ ഇടയിൽ വരുന്നതും നടക്കുന്നതും കർത്താവായ യേശു ക്രിസ്തുവാണ്. പരിശുദ്ധാത്മാവ് എവിടാണ് വരുന്നത്? He comes into your heart. നിങ്ങളുടെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവ്. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പ്രസംഗിച്ചാൽ പോയി ചോദിക്കുമെന്നും വേണ്ട. നിങ്ങളുടെ മനസ്സിലങ്ങ് വെച്ചാൽ മതി, ഓ ഇയാൾ പറയുന്നത് അബദ്ധമാണ്. ഞാനിത് പറയാൻ കാര്യമുണ്ട്. ഞാൻ പണ്ടൊരിക്കൽ ഒരാളുടെ പോയി ചോദിക്കാൻ പോയതാ. ചെറുപ്പക്കാരനായിരുന്നു ആ കാലത്ത്. എൻ്റെ സ്നേഹിതന്മാര് പറഞ്ഞു, വിട്ടേക്കച്ചായ പോട്ടെ. നിങ്ങളും ഞാനും പറയുന്ന എല്ലാ വാചകങ്ങളിലും വചനാനുസൃതമല്ലാത്ത
ഒരു പദപ്രയോഗം പോലും വരരുത് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. You and me as a minister are accountable to God. പൗലോസ് പറയുന്നൊരു മനോഹരമായ വാക്യമുണ്ട്, ഞാൻ നിങ്ങളോട് ക്രിസ്തുവിൽ സംസാരിക്കുന്നു. That means I am accountable to Christ first before you hear me. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ വരത്തില്ല, നമ്മുടെ മോളി വരത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലാണ് വരുന്നത്. മൂന്നാമത്തെ പാഠം, ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള ധൈര്യം തരുന്നത് പരിശുദ്ധാത്മാവ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 7 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. Remember, it is not funny. Nobody dares to call God as Father. No one in this world other than Christians. You know that? No other religion present God as Father. ഞാനിത് മനസ്സിലാക്കിയത് ഒരിക്കൽ എൻ്റെ അടുത്തൊരു ഹൈന്ദവ, എൻ്റെ ഒരു ജൂനിയർ ഓഫീസർ ആയിരുന്ന ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ, ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കുഴഞ്ഞ ഒരു ഫാമിലി ആയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അറിയാതെ, അതിനു മുമ്പ് ഞാൻ അങ്ങനെ ഒരു അവിശ്വാസി വരുമ്പോൾ പ്രാർത്ഥിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്ന് വിളിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ പെൺകുട്ടി വല്ലാതെ ദൈവസന്നിധി തകർന്നു കരഞ്ഞു. എൻ്റെ മകന്റെ പ്രായമേ. എന്നിട്ട് അവൾ എന്നോട് ചോദിക്കുകയാണ്, സർ, ഡു യു കോൾ ഗോഡ് ആസ് ഫാദർ? അവളെ കണ്ണൊക്കെ ഇങ്ങനെ തൊള്ളി നിൽക്കുന്ന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്നു തൊട്ട് മറ്റു മതസ്ഥരായ ആരെൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നാലും ഞാൻ സ്വർഗീയ പിതാവേ എന്ന് വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. Because it is an eye opener to them. ജനങ്ങളോട്, yes, God is my father. എന്നിട്ട് ഞാൻ പറഞ്ഞു, it was Jesus who built such a relationship for me with God. രക്ഷയുടെ സന്ദേശം പറയാൻ നല്ല അവസരമായിരുന്നു. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ ദൈവവുമായി എനിക്ക് പിതൃപുത്ര ബന്ധമുണ്ടാക്കി തന്നത് കാൽവരിയിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്തോ ധൈര്യം! വാക്യം വേണ്ടേ നിങ്ങൾക്ക്? വായിക്കാമോ മോളെ? റോമാലേഖനം 8-ാം അധ്യായം. എനിക്ക് റെസ്റ്റ് കിട്ടും വാക്യം വായിച്ചോളൂ. 15-16 വാക്യം. റോമൻസ് 8:15 and 16. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അടുത്ത വാക്യം. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. അത് ശരിയായിട്ട് മലയാളത്തിൽ ഭാഷാന്തരം ചെയ്താൽ ആ വാക്യം ഇങ്ങനെയാണ് പറയേണ്ടത്: നാം ദൈവത്തിന്റെ മക്കൾ എന്ന് പരിശുദ്ധാത്മാവ് താനും. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്റർ എസ് എന്ന് എഴുതിയിട്ടുള്ളത് മലയാളത്തിൽ പരിശുദ്ധാത്മാവ് എന്നാണ് പരിഭാഷപ്പെടുത്തേണ്ടിയിരുന്നത്. പരിശുദ്ധാത്മാവ് താനും നമ്മുടെ ആത്മാവ്, നമ്മുടെ മനുഷ്യാത്മാവിനോട് സാക്ഷ്യം പറയും. It is only Holy Spirit who can give us the courage, the conviction to call
God as Father. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിൻ്റെ ആഴവും മഹത്വവും വിലയും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ മഹാപ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെറിയതായിരിക്കും, നിങ്ങൾക്ക് ചെയ്യാം, ചെറിയ യൗവനക്കാരായ മാതാപിതാക്കൾ ചെയ്യണം. ഞങ്ങൾ എവിടെയെങ്കിലും ദൂരയാത്ര പോകും, രാത്രി മടങ്ങു വഴി നല്ല മനോഹരമായ ആകാശത്തിൽ 100 കണക്കിന് നക്ഷത്രങ്ങൾ നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ റോഡ് സൈഡിൽ എൻ്റെ വാഹനം ഒതുക്കി എൻ്റെ കുഞ്ഞുങ്ങളെ പുറത്തിറക്കി ആകാശം കാണിക്കും. എന്നിട്ട് അവരോട് പറയും, ഈ മനോഹരമായ നക്ഷത്രങ്ങളെ മുഴുവൻ നിർമ്മിച്ച ദൈവം നമ്മുടെ അപ്പനാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ജീവിത വഴികളിൽ തന്നെ ദൈവ മഹത്വത്തെ പഠിപ്പിച്ചെടുക്കണം. He is my father. അതിനകത്ത് ഒത്തിരി അർത്ഥം നിങ്ങൾക്ക് പോകാം, ഒത്തിരി അർത്ഥം. അപ്പൻ മക്കൾക്ക് വേണ്ടി കരുതുന്നത് പോലെ, അപ്പൻ മക്കളെ സ്നേഹിക്കുന്നത് പോലെ, അപ്പൻ മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നത് പോലെ, മക്കൾ ഏത് സമയത്ത് വിളിച്ചാലും വിളി കേൾക്കുന്നത് പോലെ, മക്കളുടെ സങ്കടത്തെ മറ്റാരും മനസ്സിലാക്കുന്നതിനേക്കാൾ ആഴത്തിൽ മനസ്സിലാക്കുന്ന അപ്പനെ പോലെ എനിക്കൊരു ദൈവമുണ്ട്. I have a God. For me and you, God is not a corporate experience, but God is a personal God. God is a personal experience. പെട്ടെന്ന് ഓർമ്മിക്കുന്നത് കൊണ്ട് പറയാം. മോളെ, പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം വായിച്ചാട്ടെ, 3-ാമത്തെ വാക്യം. Acts chapter 2 verse 3. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ശ്രദ്ധിച്ചോ പദം? അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. It is a personal experience. അവരുടെ മേൽ പതിഞ്ഞെന്നല്ല, ആ സംഘത്തിന്റെ മേൽ പതിഞ്ഞെന്നല്ല, അവരിൽ ഓരോരുത്തരുടെ മേലും. The God of the Bible is not a corporate God. The God of the Bible is a personal God who you can experience personally. Definitely, there is corporate experience of God. That is something else. നിങ്ങളുടെ ഹൃദയം ഇന്ന് രാത്രി തുളുമ്പട്ടെ സ്നേഹം കൊണ്ടും നന്ദി കൊണ്ടും. I tremble with love and awe before the greatness of my God. അബ്ബാ പിതാവേ, എന്തൊരു പ്രിവിലേജ് ആണ് എൻ്റെ പ്രിയപ്പെട്ട, എന്തൊരു ഓണറാണ്. പൗലോസ് മനസ്സിലാക്കിയതുപോലെ ഈ ഭൂമിയിൽ മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല ദൈവത്തിന്റെ മഹത്വത്തെ. അദ്ദേഹം പറയണം, അന്യരും പരദേശികളും ഇസ്രയേൽ പൗരത്വത്തോട് ബന്ധമില്ലാത്തവരും പ്രത്യാശയില്ലാത്തവരുമായിരുന്ന നമ്മൾ, we were not worthy even to come closer to that God. You remember? ഹോരേബിൽ
മോശ ദൈവ സാന്നിധ്യം അനുഭവിച്ചു. സീനായി മലയിൽ മോശ ദൈവ സാന്നിധ്യം അനുഭവിച്ചു. എന്നാൽ ദൈവത്തിന്റെ ജനം പർവ്വതത്തിന്റെ കീഴിൽ, പർവ്വതത്തിന്റെ അടുക്കൽ വരാൻ പോലും ഭയപ്പെട്ട് മാറി നിന്നു. Whereas we, അബ്ബാ പിതാവേ എന്ന് വിളിച്ച് കൃപാസനത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ ദൈവത്തിന്റെ ജനം പ്രാകാരത്തിൽ നിന്ന് യാഗം കഴിക്കുമ്പോൾ വിശുദ്ധ സ്ഥലത്തോ അതിവിശുദ്ധ സ്ഥലത്തോ ആയുസ്സിൽ ഒരിക്കൽ പോലും അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പുരോഹിതന്മാർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആയുസ്സിൽ ഒരിക്കൽ പോലും അതിവിശുദ്ധ സ്ഥലം. മഹാപുരോഹിതന് വർഷത്തിൽ ഒരു ദിവസമാണ് ദൈവസാന്നിധ്യത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ കഴിയുന്നതെങ്കിൽ നമുക്കോ 24/7 ഏത് സമയത്തും ഏത് സ്ഥലത്തും അബ്ബാ പിതാവേ എന്ന് വിളിച്ച് മുഴങ്കാൽ മടക്കുമ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവം. It is only Holy Spirit who gives us that conviction and that freedom for that. ഈ പരിശുദ്ധാത്മാവിന്റെ മനുഷ്യ ജീവിതത്തിലുള്ള പ്രവർത്തികളെ വർണ്ണിക്കുമ്പോൾ എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് പൊട്ടുകയാണ്. What an honor to walk with Holy Spirit. What a joy. നാലാമത്തെ പാഠം, 7 പാഠങ്ങളാണ്. It's so beautiful. പരിശുദ്ധാത്മാവാണ് മനുഷ്യാത്മാവിനെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്നത്. അതിലൂടെ ഞാൻ ആ മുഴുവൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോയിന്റ് എഴുതാം. അതിലൂടെ നാം കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിത്തീരും. ചുരുക്കി എഴുതണമെങ്കിൽ ഹോളി സ്പിരിറ്റ് ബിൽഡ്സ് us into the mind of Christ. ഒന്ന് കൊരിന്ത്യർ 2:10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളുടെ ക്രോഡീകരണമാണ് ഞാൻ പറഞ്ഞത്. 16-ാം വാക്യം പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാര്? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. എങ്ങനെയാണ് ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളോടുകൂടെ ജീവിച്ച് കുഷ്ഠരോഗിയായി മരിച്ചത്? എങ്ങനെയാണ് ഹഡ്സൺ ടെയ്ലർ ചൈനക്കാരെ പോലെ മുടി നീട്ടി വളർത്തി ചൈനയിൽ മരിച്ചു വീണത്? എങ്ങനെയാണ് മദർ തെരേസ ദരിദ്രരുടെ കൂടെ ജീവിച്ചത്? നമ്മൾ അവരെയൊക്കെ പരിഹസിക്കുന്നവരല്ലേ? They are great men and women of God. ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ മനസ്സ്. എനിക്കും നിങ്ങൾക്കും എന്താണ് അത് കഴിയാതെ പോകുന്നത്? നാം നമ്മുടെ കംഫർട്ടിൽ ഇരുന്നല്ലേ കർത്താവിന് വേണ്ടി ചെയ്യുന്നതല്ല. Because we are yet
to know the heart of Jesus. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിക്ക് അടുത്ത് നോയിഡയിൽ ഒരു ചർച്ചിന്റെ പാസ്റ്റേഴ്സ് കോൺഫറൻസിന് പ്രസംഗിക്കാം. ലവ് ഓഫ് ക്രൈസ്റ്റ് ചർച്ച് എന്നാണ് ആ ചർച്ചിന്റെ. 300 കൂടുതൽ വേലക്കാരുണ്ട് അവർക്ക്. അമേരിക്കയിലുള്ള ഒരു ചർച്ചിന്റെ ലവ് ഓഫ് ക്രൈസ്റ്റ് ചർച്ചിന്റെ സഹായത്താൽ നടത്തപ്പെടുന്ന സഭകളാണ്. അമേരിക്കയിലെ ലവ് ഓഫ് ക്രൈസ്റ്റ് ചർച്ചസിന്റെ ഹെഡ്, അയാളുടെ ഭാര്യയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഈ മീറ്റിങ്ങുകൾക്കെല്ലാം വന്നിരുന്നു. എഴുപത് വയസ്സിൽ കൂടുതലുണ്ട് ആ ദൈവദാസ്. കഴിഞ്ഞ 40 വർഷമായി അദ്ദേഹം ഇന്ത്യയിൽ വരുന്നു, സുവിശേഷ വേലയിൽ. ലവ് ഓഫ് ക്രൈസ്റ്റ് ചർച്ചസിന്റെ ഇന്ത്യയിലെ ഹെഡ് പാസ്റ്റർ PK തോമസ്, അദ്ദേഹത്തിന്റെ ഭാര്യ സുജയും, ഈ അമേരിക്കൻ ദൈവദാസനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കുറിച്ച് എനിക്ക് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. ഇനി പെട്ടെന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ഓർമ്മ വരുന്നു. ഇതിന്റെ ഭാര്യയുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ബാർബറ. 70 വയസ്സുണ്ട് ആ ദൈവദാസിക്ക്. അവരെല്ലാ കൊല്ലവും ഇന്ത്യയിൽ വരും. പഞ്ചാബ് ആണ് ഒരു പ്രധാന കേന്ദ്ര പ്രവർത്തനം, പഞ്ചാബ്, ഹരിയാന. അവിടെ അവർ ഹോട്ടലുകളിൽ താമസിക്കില്ല. അവർ ദരിദ്രരായ സുവിശേഷകരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. PK തോമസിന്റെ ഭാര്യ സുമേനോട് പറഞ്ഞത്, പാസ്റ്ററെ, ബാർബറ സിസ്റ്ററിന് പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാൻ ഞാൻ ബെഡ്ഷീറ്റ് മറച്ചു പിടിച്ചാണ് കൊടുക്കുന്നത്. അമേരിക്കയിലെ വലിയൊരു ധനാഢ്യന്റെ, ബില്യനെയറിന്റെ ഏക മകളാണ് ബാർബറ. ആ ദൈവദാസന്റെ പേര് പാസ്റ്റർ സ്റ്റീഫൻ ഹാർവൽ. ഞാൻ സ്റ്റീഫൻ ഹാർവലിനോട് ചോദിച്ചു, ഹൗ ക്യാൻ യു കം ആൻഡ് ലീവ് വിത്ത് ദീസ് ടൈപ്പ് ഓഫ് പീപ്പിൾ? നമ്മുടെ ഇവിടുത്തെ വലിയ മിഷൻ പ്രസംഗം ചെയ്യുന്നവരൊക്കെ വലിയ ഹോട്ടൽ മുറികളിൽ അതിൻ്റെ മുഴു സൗകര്യത്തിലുമാണ് ജീവിക്കുന്നത്. AC കാറിൽ പോയിരുന്നു, യോഗസ്ഥലത്ത് ചെല്ലുന്നു, പ്രസംഗിക്കുന്നു, എന്നിട്ട് മിഷൻ പ്രസംഗങ്ങളാണ്. പോട്ടെ, എന്തെങ്കിലും ആകട്ടെ. സ്റ്റീഫൻ ഹാർവൽ പറഞ്ഞ മറുപടി, ഇറ്റ് വാസ് സോ ടച്ചിങ്. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ, മൈ ചർച്ച് നെയിം ഈസ് ലവ് ഓഫ് ക്രൈസ്റ്റ്. Now, if I don't behave like this, what is the meaning of my church's name? ക്രിസ്തുവിന്റെ മനസ്സുള്ളവര്. ഇന്ന് രാത്രി ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയുമോ? എന്ത് സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാണ് ഇന്ന് പ്രഭാഷകർ ക്ഷണിക്കുമ്പോൾ ചോദിക്കുന്നത്. എത്ര പേർ യോഗത്തിന് വരും? എനിക്ക് എവിടെയാണ് താമസ സൗകര്യം? എന്തെല്ലാം ഭക്ഷണ ക്രമീകരണമാണ് ചെയ്യുന്നത്? എനിക്ക് എത്ര രൂപ തരും? ഇവരും ക്രിസ്തുവുമായി എന്തെങ്കിലും ബന്ധമുണ്ട്? The more, listen to me, the more you allow Holy Spirit to work in you, the more Christ-minded you will become. I repeat, the more you allow Holy Spirit to work in you, the more Christ-minded you will become. പരിശുദ്ധാത്മാവിന്
നിങ്ങളിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ എത്രത്തോളം അവസരം കൊടുക്കുമോ അത്രത്തോളം നാം ക്രിസ്തു മനസ്സുള്ളവരായിത്തീരും. There are many hundreds of pastors and evangelists who lives unknown. ആരും അറിയാതെ ജീവിക്കുന്ന, കർത്താവിനെ പ്രസംഗിക്കുന്ന എത്രയോ വിലയേറിയ ദൈവദാസന്മാർ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ അവസരം കൊടുത്താൽ ഇതിനെങ്ങനെ പ്രാക്ടിക്കൽ സൈഡിൽ കൊണ്ടുവരുന്നത്? നമ്മുടെ നിർബന്ധങ്ങളെല്ലാം മാറും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എനിക്കിവിടെ കിടന്നാലേ ഉറക്കം വരൂ എന്ന് നിങ്ങൾ പറയില്ല. നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾ അവരിൽ ഒരാളായി മാറും. നിങ്ങൾ പറയും, എനിക്ക് സ്പെഷ്യൽ ഒരു ആഹാരവും വേണ്ട, എനിക്കൊരു സ്പെഷ്യൽ പ്രിവിലേജും വേണ്ട, എന്നെ നിങ്ങളിൽ ഒരാളായിട്ട് സ്വീകരിച്ചാൽ മതി. Can you do that, my dear brother? Can you do that? Can you do that, my dear sister? എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഇന്ന് രാത്രി ഞാൻ ചോദിക്കുക, യാതൊരു നിർബന്ധങ്ങളുമില്ലാത്ത, പൗലോസ് പറയുന്നില്ലേ, ഫിലിപ്പി ലേഖനമൊക്കെ വായിച്ചു നോക്ക്, ക്രിസ്തു മനസ്സിന്റെ എക്സ്പ്ലോഷനാണ് ഫിലിപ്പി ലേഖനം. എക്സ്പ്ലോഷൻ ഓഫ് ക്രൈസ്റ്റ് മൈൻഡ്. പറഞ്ഞല്ലേ, സമൃദ്ധിയിൽ ഇരിക്കാൻ എനിക്കറിയാം, ഇല്ലായ്മയിൽ ഇരിക്കാൻ എനിക്കറിയാം, ഉള്ളതുപോലെ ഇരിക്കാൻ എനിക്കറിയാം. നിങ്ങൾ എനിക്ക് ചെയ്യേണ്ടത് ഒന്നും ചെയ്തില്ല, എനിക്ക് പരിഭവം ഒന്നുമില്ല. നിങ്ങൾ ചെയ്യാത്തത് എപ്പഫ്രാദോത്തീസിന്റെ കയ്യാൽ എനിക്ക് ലഭിച്ചു. അർത്ഥം മനസ്സിലായോ? ക്രൈസ്റ്റ് മൈൻഡഡ്നെസ്. Can you decide tonight? ഇന്ന് ചായ ഇട്ടതിന് കടുപ്പം കുറഞ്ഞു പോയി, ഉടനെ ഭാര്യയോട് ദേഷ്യപ്പെടുക. പിള്ളേര് പറഞ്ഞതുപോലെ കേട്ടില്ല, ഉടനെ ദേഷ്യപ്പെടുക. ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ കുടുംബത്തിലെ കഥ പറഞ്ഞു തരിക. ഒരിച്ചിരി താമസിച്ചു പോയി, ഇന്ന് ക്ഷീണിച്ച വന്നത്, 3 കറി ഉണ്ടാക്കാൻ പറ്റിയില്ല, ഒരു കറിയേ ഉള്ളൂ, അതിന് ദേഷ്യപ്പെടുക. Where is Christ in your life, my dear brother? ഒരു ക്രിസ്ത്യാനിയുടെ ഒരു ഗുണം കണ്ടന്റ്മെന്റ്. 1 തിമോത്തിയോസ് 6:6 അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലിയ ആദായമാണ്. ഇംഗ്ലീഷിലെ വാക്യം മനോഹരമാണ്. Godliness with contentment is a great gain. ഒരു ഫാമിലി പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യാൻ പോയപ്പോൾ ആ ഭാര്യ എന്നോട് പറയാണ്, പാസ്റ്റർ, ഞങ്ങളുടെ ക്ലോസറ്റ് ഒന്ന് ഞാൻ തുറന്ന് കാണിച്ചു തരാം, പാസ്റ്റർ ഒന്ന് നോക്കിക്കേ. My husband has more than 300 pants. I'm not exaggerating even a word. He buys branded shirts, at least 10 shirts every month. The credit card bill is piling up. Be content with what you have. അതാണ് ക്രിസ്തു മനസ്സ്. Have you seen anywhere in the gospel that Jesus complaining about his comfort? ലാസറിന്റെ വീട്ടിൽ പോയി കർത്താവ് കിടന്നുറങ്ങും, പത്രോസിന്റെ വീട്ടിൽ പോയി ആഹാരം കഴിക്കും, വള്ളത്തിലിരുന്ന് ആഹാരം കഴിക്കും, കടൽ തീരത്ത് ആഹാരം കഴിക്കും.
ക്രിസ്തു മനസ്സുള്ളവരാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. ഞാൻ ഈ പാഠം ഇന്ന് രാത്രി അവസാനിപ്പിക്കട്ടെ. Holy Spirit dwelling in the life of a believer. 7 പാഠങ്ങളാണ്. ഇതിൽ ഒന്നാമത്തെ പാഠം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നമ്മൾ. രണ്ടാമത്തെ പാഠം പരിശുദ്ധാത്മാവിന്റെ വീടാണ് നമ്മൾ. മൂന്നാമത്തെ പാഠം ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ എനിക്ക് ധൈര്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നാലാമത് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാക്കി തീർക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇത് അല്പം കൂടെ വിശദീകരിക്കണം, നാളെ തുടരാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഹൃദയത്തിൽ I'm truly experiencing the presence of God in our midst. ഒരു സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഒരു ഫീലിംഗ് പോലും എൻ്റെ അകത്ത്. Can you please tell God tonight? ഹൃദയപൂർവ്വം ഇന്ന് രാത്രി ദൈവത്തോട് കർത്താവേ, I truly want to be Christ-like. I truly want. എനിക്ക് ആഗ്രഹമുണ്ട് ക്രിസ്തുവിന്റെ മനസ്സുള്ളൊരു മനുഷ്യനാക്കി എന്നെ മാറ്റണേ കർത്താവേ. വഴിയിൽ പരിചയമില്ലാതെ കിടക്കുന്ന ഒരാൾ ആണെങ്കിൽ പോലും ഓടിച്ചെന്ന് സഹായിക്കാൻ കർത്താവേ, ദരിദ്രനെ ബഹുമാനിക്കാൻ പ്ലീസ് ഗിവ് മീ അറ്റ്ലീസ്റ്റ് എ പാർട്ട് ഓഫ് യുവർ മൈൻഡ്. കർത്താവ് ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഡിയർ പാസ്റ്റർ. Thank you, dear Pastor, for that another wonderful lesson that you have given us. So many things I cannot even, I'm just trying to grasp about what God has done for us. Thank you for all word and speaking to our hearts. As we started today, my faith has increased more and more. And when you were talking about earthly father who loves and cares and sacrifices and listens to his children, I was thinking about me with my children, and I was thinking, this is how my heavenly Father looks at me and understands me. What a great analogy. What a great Bible class we had today, brothers and sisters. I hope we all look into this word and make it a point of coming closer to the Lord these days. May God bless us all. Please come back again tomorrow, the same time, and may God bless you. As I am going to be closing the call now, we are going to have a song to be sung. So let us wait for a song to be sung.